ബംഗാളിൽ മമതാ ബാനർജിയെ താഴെയിറക്കി ബി.ജെ.പി. ഭരണം പിടിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ബംഗാളിന്റെ സമഗ്ര വികസന രേഖയാണ് ബി.ജെ.പിയുടെ പ്രകടന പത്രിക എന്നും സംസ്ഥാനത്ത് 6 മാസത്തിനുള്ളിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 7ാം ശമ്പള കമ്മീഷൻ നടപ്പാക്കും. അമ്മമാരുടെ അക്കൗണ്ടിലേക്ക് മാസം 3000 രൂപ നൽകുന്ന പദ്ധതി ആരംഭിക്കുമെന്നും ബി.ജെ.പി. പ്രകടന പത്രികയിൽ വാഗ്ദാനം നൽകുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസും ബി.ജെ.പിയും തമ്മിൽ കടുത്ത പോരാട്ടം നടക്കുന്ന ബംഗാളിൽ ജനങ്ങളെ നിരാശയിൽ നിന്ന് കരകയറ്റാനുള്ള രൂപരേഖ എന്ന പ്രഖ്യാപനത്തോടെയാണ് ബി.ജെ.പി. പ്രകടന പത്രിക പുറത്തിറക്കിയത്. ഇതുവരെ നടന്ന രാഷ്ട്രീയ അക്രമങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തും. ബംഗാളിൽ നിന്ന് അഴിമതിയും അക്രമ രാഷ്ട്രീയവും പുറത്താക്കി ക്രമസമാധാനം ഉറപ്പാക്കുമെന്നും പ്രകടന പത്രികയിൽ ബി.ജെ.പി. വ്യക്തമാക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുമെന്നാണ് ബി.ജെ.പിയുടെ മറ്റൊരു പ്രഖ്യാപനം. 6 മാസത്തിനുള്ളിൽ ബംഗാളിൽ UCC നടപ്പാക്കി എല്ലാ പൗരന്മാർക്കും ബാധകമായ ഏകീകൃത നിയമങ്ങൾ ഉറപ്പാക്കുമെന്ന് കൊൽക്കത്തയിൽ പ്രകടന പത്രിക പുറത്തിറക്കിയ ശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കി ബംഗാളിന്റെ അതിർത്തികൾ അടയ്ക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. बंगाल को फिर से सांस्कृतिक पुनर्जागरण के साथ साथ आधुनिक इंडस्ट्री को लाएंगे, यहाँ की शिक्षा व्यवस्था को मजबूत करेंगे, रोजगार को सुनिश्चित करेंगे, घुसपैठिया मुक्त बंगाल बनाएंगे. ഭരണം ലഭിച്ചാൽ 7ാം ശമ്പള കമ്മീഷന്റെ ശുപാർശകൾ 45 ദിവസത്തിനുള്ളിൽ നടപ്പിലാക്കും. അമ്മമാരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പ്രതിമാസം 3000 രൂപ നൽകും. ആയുഷ്മാൻ ഭാരത് ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിന്റെ എല്ലാ ക്ഷേമ പദ്ധതികളും ബംഗാളിൽ നടപ്പിലാക്കുമെന്നും ബി.ജെ.പി. ജനങ്ങൾക്ക് വാഗ്ദാനം നൽകി. അതേസമയം ബംഗാളിൽ അധികാരം പിടിക്കാൻ ബി.ജെ.പി. 90 ലക്ഷത്തിലധികം പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയെന്നാണ് മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെയും തൃണമൂൽ കോൺഗ്രസിന്റെയും ആരോപണം. അമൃത ന്യൂസ്, ന്യൂഡൽഹി.